ഏറ്റവും വേദനയേറിയ പ്രാർത്ഥനകളൊന്നാണ് യേശു ഗെത്സമനിൽ പ്രാർത്ഥിച്ചത്. തൻ്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് കണക്കെ രക്തത്തുള്ളികൾ വരുന്ന ആ പ്രാർത്ഥന. എന്നാൽ ആ ഒരു പ്രാർത്ഥനയ്ക്ക് തൊട്ട് മുൻപ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. യേശു പല സമയത്തും പോയി പ്രാർത്ഥിച്ച് താൻ തിരിച്ചു വരുമ്പോൾ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ച ആ ശിഷ്യന്മാർ ഉറങ്ങുന്നതാണ് കണ്ടത്. എന്നാൽ യേശു ആ ശിഷ്യന്മാരുടെ ക്ഷീണം കണ്ടിട്ടും അവരുറങ്ങുന്നത് കണ്ടിട്ടും യേശു ഒന്നും ക്ഷീണിക്കാതെ താൻ വീണ്ടും അതിശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന യേശുവിനെ കാണാൻ കഴിയും. വേറൊന്നുമല്ല, അടുത്ത സെക്കൻഡുകളിൽ അടുത്ത മിനിറ്റുകൾ സംഭവിക്കാൻ വേണ്ടി പോകുന്ന കാര്യം എന്താണെന്ന് യേശുവിന് നല്ല ബോധ്യമുള്ളത് കൊണ്ട് തൻ്റെ പ്രാർത്ഥനയിൽ അതിനെ സ്വീകരിക്കുവാൻ, അതിനെ തരണം ചെയ്യാനുള്ളതായ ദൈവകൃപ താൻ ആ പ്രാർത്ഥനയിൽ ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ യേശു എടുത്തു പറഞ്ഞൊരു കാര്യം, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥിക്കുന്നതുകൊണ്ട്, എൻ്റെ നിയോഗങ്ങൾ വന്നതുകൊണ്ട്, ഞാൻ ആഗ്രഹിക്കുന്ന ദൈവിക പർപ്പസിലേക്ക് ഞാൻ കടക്കുന്നതുകൊണ്ട് എനിക്കത് സഹിച്ചേ പറ്റത്തുള്ളൂ, ഞാൻ അതിനെ അതിജീവിക്കും. എന്നാൽ നിൻ്റെ ജീവിതത്തിൽ നീ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, നിൻ്റെ പരീക്ഷകൾ നിനക്ക് ജയിക്കണമെങ്കിൽ ഈ സമയം നീ ഉറങ്ങുകയല്ല വേണ്ടത്, ഈ സമയം നീ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ആ വെളിപ്പാടുകൾ തിരിച്ചറിയാതെ പോയപ്പോഴാണ് അവർ പലതിലും പരാജയപ്പെട്ടു പോയത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന അവസരങ്ങളുണ്ട്. ആ അവസരങ്ങൾ പാഴാക്കി കളയാതെ ചിലതിനെ ജയിക്കാൻ ഈ ദിവസം പ്രാർത്ഥനയിൽ കയറാൻ പരിശുദ്ധ നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.